പനീർ ബുർജി ഉണ്ടാക്കിയാലോ? കമോൺ. പനീർ ബുർജി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഓഫ് കോഴ്സ് പനീർ വേണം, പിന്നെ ഒരു മീഡിയം സൈസ് ഒണിയൻ, ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക്. ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ചൂടാക്കിയ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ജിഞ്ചർ, ഗാർലിക്, ഒണിയൻ, ടൊമാറ്റോ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. പച്ചമുളകും കറിവേപ്പിലയും ഞാൻ വാങ്ങാൻ മറന്നു പോയത് കൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്, അതുകൂടെ ചേർക്കാം. ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ചില പീസുകളൊക്കെ ഞാനിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കുറച്ചുകൂടി ബട്ടർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീർ ബുർജി. ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. സമയമില്ലാത്തവർക്കും വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ചപ്പാത്തിയുടെയും ദോശയുടെയും കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.